നമസ്കാരം. വീണ വിജയനെതിരെ ശബ്ദമുയർത്തിയതോടെ മാത്യു കുഴൽനാടനും CPM-ഉം തമ്മിലുള്ള പോര് മുറുകുകയാണ്. വീണയ്ക്കെതിരെയുള്ള തെളിവുമായി താൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് മാത്യു കുഴൽനാടൻ ഉറച്ചു പറഞ്ഞതോടെ CPM കോൺഗ്രസ് പോര് കൂടുതൽ ശക്തമായി. മാസപ്പടി അന്വേഷണം ശക്തമായതിനൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ വിജിലൻസ് അന്വേഷണവും ശക്തമാകുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എങ്കിലും അന്വേഷണത്തിന്റെ ഫലം CPM-ന് ആശ്വാസം നൽകുന്നതാണ്. ഇന്ന് ചിന്നക്കനാലിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് വന്നത്. മാത്യു കുഴൽനാടൻ വാങ്ങിയ ചിന്നക്കനാലിലെ ഭൂമിയുടെ പോക്കുവരവിൽ ക്രമക്കേടുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തി. 2008-ലെ മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലമാണിതെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഭൂമി വിൽപ്പന നടത്തരുതെന്ന് 2020-ൽ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ഭൂമി പോക്കുവരവ് സമയത്ത് വില്ലേജ് ഓഫീസർ ഇത് അടയാളപ്പെടുത്തിയിട്ടില്ല എന്നും വിജിലൻസിന്റെ കണ്ടെത്തലുണ്ട്. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ സംശയമില്ല എങ്കിലും 2008 കാലഘട്ടത്തിൽ തുടങ്ങിയ സംഭവങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്തിന് എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. ക്രമക്കേട് നടത്തിയതിന് പിന്നിൽ മാത്യു കുഴൽനാടൻ തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ട്. 2008 മിച്ചഭൂമി കേസിൽ ഉൾപ്പെടുമ്പോൾ അത് മറ്റൊരാളുടെ ഭൂമിയായിരുന്നു. മാത്യു കുഴൽനാടന്റെ കൈവശമുള്ള ഭൂമിയിലെ 50 സെന്റ് ആധാരത്തിൽ ഉള്ളത് അധിക ഭൂമിയാണ് എന്നും വിജിലൻസ് കണ്ടെത്തി. ഇത് തിരികെ പിടിക്കാൻ റവന്യൂ വകുപ്പിന് ശുപാർശ ചെയ്യും. അത് പിന്നീട് മറ്റൊരാൾക്ക് വിറ്റ ശേഷമാണ് കുഴൽനാടന്റെ കൈകളിൽ എത്തിയതെന്നാണ് റിപ്പോർട്ട്. മിച്ചഭൂമിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് കുഴൽനാടൻ ഇത് വാങ്ങിയതെന്നതിൽ തെളിവില്ല എങ്കിലും അതിനാണ് സാധ്യതയേറെയെന്നും വിജിലൻസ് പറയുന്നു. എന്നാൽ കേസിലെ കണ്ടെത്തലുകളെല്ലാം പറയുന്നതിന് മുമ്പ് തന്നെ ഇതിനെല്ലാം കാരണം താൻ മാസപ്പടിയിൽ ഇടപെട്ടതാണെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചിട്ടുണ്ട്. അളന്നു നോക്കിയിട്ടില്ല എന്നും ആധാരത്തിലേതിനേക്കാൾ കൂടുതൽ ഭൂമി ഉണ്ടോ എന്നത് അറിയില്ല എന്നും മാത്യു കുഴൽനാടൻ കേസ് പരിഗണിക്കും മുമ്പ് തന്നെ പ്രതികരിച്ചതാണ്. അളന്നു നോക്കി കൂടുതലുണ്ടെങ്കിൽ തുടർ നടപടി എടുക്കട്ടെ എന്നതായിരുന്നു മാത്യു കുഴൽനാടന്റെ വിശദീകരണം. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയതാണ്. ഏത് അന്വേഷണവും സ്വാഗതം ചെയ്യുന്നു. വിഷയം പെട്ടെന്ന് ഉയർന്നു വന്നത് മാസപ്പടി വിഷയം ഉയർന്നതിന് പിന്നാലെയാണ്. പൊതുജനത്തിന് മുന്നിൽ സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു നടപടി എന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഭൂമി തന്ന ആളുകൾ ഇട്ടിട്ടുള്ള അതിരടയാളം മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. ഞാൻ വാങ്ങിയ ശേഷം പ്രത്യേകമായി അളന്നിട്ടില്ല. ആധാരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശമുണ്ടെന്ന് അറിയാമോ എന്ന് വിജിലൻസ് ചോദിച്ചിട്ടുണ്ട്. പരിശോധിച്ചിട്ടില്ല എന്നും നിങ്ങൾ പരിശോധിച്ചു കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടി സ്വീകരിച്ചോ എന്നും താൻ പറഞ്ഞുവെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. എന്തായാലും മാസപ്പടി വിവാദവും ചിന്നക്കനാലിലെ മാത്യു കുഴൽനാടൻ വാങ്ങിയ ഭൂമിയുടെ പേരിലുള്ള ക്രമക്കേടും എല്ലാം ഒരേപോലെ കത്തി നിൽക്കുകയാണ്.